ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, ലൈക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ മറക്കണം, അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു സൺഡേ മിനി വ്ളോഗാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത് നാഷ്ടയായിട്ട്. പിന്നെ കട്ടൻ ചായ കുട്ടികൾ കഴിച്ചു കേട്ടോ. പിന്നെ ഞാനാ കഴിക്കുന്നത്. ഇതൊക്കെ വന്നിട്ട് ഗോതമ്പ് ദോശ കഴിക്കാൻ കൊടുക്കണം കേട്ടോ. ഈ മസാലക്കറിയും അടിപൊളി ഹോട്ടലിൽ കഴിക്കുന്ന പീസ് മസാല. കടല കൂടി എനിക്കിഷ്ടമാണ് കടല. അത് ഞാൻ കടല അത് ഹോട്ടലിൽ പിന്നെ ഒരു കടലൊക്കെ നിറയെ തന്നു കഴിഞ്ഞാൽ മുതലാവണ്ടേ. പക്ഷെ നമ്മൾ പ്രോട്ടീൻ അങ്ങനെയൊക്കെ വിചാരിച്ചു നല്ലത്. ആ വീടുണ്ട് കേട്ടോ അവള്. ആ സച്ചു എല്ലാവരും കഴിച്ചു. ഇതാ കുട്ടിയെ ശ്രദ്ധിച്ചോട്ടോ, വീടല്ലേ. ആ വീടാണ്ട് ശ്രദ്ധിക്കണ പണി നിനക്കാണ്. ദുവാ സൂസൂച്ചാൻ പോകണം. ഡ്രസ്സ് മാറ്റിയോ, ഉഞ്ഞെടുപ്പിട്ടോ, ഉടുപ്പൊക്കെ പുതിയതിട്ടോ. കാണിക്ക, ഉടുപ്പ് കാണട്ടെ അമ്മ, ഉടുപ്പ് കാണട്ടെ. അടിപൊളിയായിട്ട് പുറത്ത് മഴ എങ്ങനെ പോകും. ഇതാ സൂപ്പർ മഴ, അടിപൊളിയായിട്ടുണ്ട് കാണാൻ. സൂപ്പർ മഴ. എങ്ങനെ പോവും പറ, എങ്ങനെ പോവും? കോട്ടിട്ടാ സത്യം പറയും നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തിട്ടില്ലേ? പിന്നെ എങ്ങനെ മഴ വരും? ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ ഒരു അപ്പം മഴ വരും, അതെങ്ങനെ വരും? ഞാൻ എവിടെയും കൊണ്ടുപോകണ്ടെന്നാണ് നമ്മുടെ പ്ലാനിങ്. ഡ്രസ്സ് മാറണം. ഈ മഴയത്ത് എവിടെ പോവാനാണ് ഞാൻ ആഗ്രഹിച്ചൊന്ന് പുറത്തൊക്കെ പോവാൻ. പുറത്തിറങ്ങാന്ന് വിചാരിച്ച ദിവസം അല്ല, എനിക്ക് നിങ്ങൾ സത്യം പറയും, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമില്ലേ അങ്ങനെ പുറത്ത് കൊണ്ടുപോകണമെന്ന്? പറ്റിക്കില്ല ഇങ്ങനെ നമ്മള് പുറത്ത് പോകാന്ന് പറയുന്ന. ഞായറാഴ്ച എന്തൊക്കെ പ്ലാൻ ആയിരുന്നു? ഞായറാഴ്ച സത്യം പറഞ്ഞു ഇതാണോ എന്താണ് നമ്മളിവിടെ കൂട്ടിയിടാണോ ഇതാണോ ഒന്ന് കൊണ്ടുപോകുക എവിടേക്ക് ടൗണിൽ പുറത്ത് പോകാൻ വിചാരിച്ച ഗൈസ് മഴയാണ്. ഈ ബൈക്കുള്ളവർക്ക് ഈ മഴയത്ത് എവിടെയും പോകാൻ പറ്റില്ല. വേറെ എവിടെ എൻ്റെ വീട്ടിൽ കിടക്കാൻ പോകുന്നൊക്കെ ഞങ്ങൾ പോസ്റ്റ് ആയിട്ടിരിക്കുക. ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്ത് നല്ല മഴ. ബൈക്ക് കൊണ്ടുപോകാം, കുഴിമന്തി കഴിക്കാം. എല്ലാം പോയി, എല്ലാം വിട്ടു. ഒരാളെന്നെ കൊണ്ടുപോകണല്ലോ. വേണ്ട, ഒരു കാര്യം ചെയ്യും, ഒരെണ്ണം എന്നെ എല്ലാവർക്കും കൊണ്ടുപോകാൻ ഒരു ഡ്രൈവർ കാറായിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ കഷ്ടപ്പെടണ്ട. എന്തേ ശരി, വേഗം മാറ്റും. മഴ നിന്നത് നമുക്ക് ഓടാം. ഞങ്ങൾ കുറേ ദിവസമായിട്ടൊന്നും പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ല. മഴയാണ്. പിന്നെ എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട് ഒരുങ്ങിയിട്ട് പുറത്ത് പോകാൻ. ഇപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പോകാമെന്നുള്ള മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് വിരിപ്പിക്കും, നമുക്ക് പുറത്ത് പണി കിട്ടും മഴ അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പുറത്തൊക്കെ ഒന്ന് പോകാം, വാടികയ്ക്കൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം, അധ്വാനം കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് നോക്കിയിട്ട് നല്ല മഴയാണ്. അപ്പോൾ വീട്ടിലേക്കെങ്കിലും പോയിട്ട് വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുക കേട്ടോ. പുറത്ത് നല്ല മഴയായത് കൊണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു 12 മണിക്ക് ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയാണ്. 1:30 കഴിഞ്ഞു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇതാ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളിതാ വീട്ടിൽ കേട്ടോ. ഫോൺ നോക്കാനാണ് ഞങ്ങൾ വരാൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വന്ന് നീ ഫോൺ നോക്കാനാണ് ഞങ്ങൾ പോണു. കുട്ടിനെടുക്ക് എന്നിട്ടേ നമുക്കൊന്ന് പോയിട്ടെപ്പാ. അപ്പോൾ പിന്നെ നമ്മുടെ സൺഡേ സ്പെഷ്യലൊന്നും കാണാം കേട്ടോ. അപ്പോൾ നല്ല നെയ്ച്ചോറും പിന്നെ ബീഫ് തേങ്ങ അരച്ച കറിയും പിന്നെ ബീഫ് ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടോടും കാച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വരും കേട്ടോ. ഞാൻ വീടെടുക്കും. ഇപ്പോൾ അമ്മ കൊണ്ട് തന്നിട്ടുണ്ടല്ലേ. പിന്നെ അത് അമ്മ കൊണ്ട് തന്നു ബീഫ്
പപ്പടം പൊരിച്ചതും. ഇതെല്ലാം കൂടി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. എനിക്കിങ്ങനെ വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊന്നും കിട്ടില്ല കേട്ടോ. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന വോയിസും ഈ വോയിസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടില്ല, അതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു, പിന്നെ കുട്ടികളായിട്ട് കുറച്ച് നേരം കളിക്കും ചിരിയും ഒക്കെ ആയി. എണിച്ചു കൂളൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങളൊരു 8:30 ആയപ്പോൾ വീടെത്തിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാത്രിത്തെ നാഷ്ടിയും കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ചപ്പാത്തിയും മസാലയും ഉണ്ടായിരുന്നു, പിന്നെ നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ സൺഡേ മിനി വ്ളോഗ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഷ്ടപ്പെട്ട് എനിക്ക് വോയിസ് കൊടുത്തിട്ടോ. ടാറ്റാ.